ഹായ് ഓൾ, ദിസ് ഈസ് അമൽഡ. വെൽക്കം ടു സഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് എന്താണ് ഒരു റിക്കറിംഗ് ജേണൽ, ഇങ്ങനെ ഒരു റിക്കറിംഗ് ജേണൽ ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. റിക്കറിംഗ് ജേണൽ എന്ന് പറയുമ്പം നമുക്ക് ജേണൽ എൻട്രി ഇടേണ്ട സിറ്റുവേഷൻസ് ചിലപ്പോൾ സെയിം ജേണൽ എൻട്രി എല്ലാ മന്തിലും അല്ലെങ്കിൽ എല്ലാ വീക്കിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ടുള്ള ജേണൽ എൻട്രീസ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൊവിഷൻ എൻട്രീസ് നമ്മൾ ഡിപ്രീസിയേഷന് വെക്കും, അതുപോലെ തന്നെ എംപ്ലോയീസിന് സാലറി പ്രൊവിഷൻ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് മന്തിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നമ്മൾ എല്ലാ മന്തിലും പോയിട്ട് ഇങ്ങനെ ഒരു എൻട്രി ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതിന് പകരം നമുക്ക് ആ ഒരു എൻട്രി റിക്കറിംഗ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മന്തിൻ്റെ എൻഡിൽ അത് ഡ്രാഫ്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. നമ്മളത് എഡിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ സോഹോ ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റിക്കറിംഗ് ജേണൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് അക്കൗണ്ട് എന്നുള്ള മോഡ്യൂളിലെ മാനുവൽ ജേണൽസ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു ആരോ ഡൗൺ ചെയ്യുന്ന സമയത്ത് ന്യൂ റിക്കറിംഗ് ജേണൽ എന്ന് കാണാൻ പറ്റും. അവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു റിക്കറിംഗ് ജേണലിൽ നമ്മളൊരു പ്രൊഫൈൽ നെയിം കൊടുക്കണം. ഇപ്പം ഞാനൊരു സാലറീൻ്റെ എൻട്രിയാണ് ഇവിടെ റിക്കറിംഗ് ആയി ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ സാലറി എക്സ്പെൻസ് എന്നുള്ളതാണ് ഞാനിവിടെ നെയിമായിട്ട് കൊടുക്കുന്നത്. ഇത് റിപ്പീറ്റ് ചെയ്ത് വേണ്ടത് നമുക്ക് മന്ത്ലി ആണെങ്കിൽ മന്ത് കൊടുക്കുന്നു. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസം ലാസ്റ്റാണ്, എൻഡ് ചെയ്യേണ്ടത് ഈ ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിൽ നമ്മൾ മാർച്ച് 31 എന്നുള്ളത് ഉള്ളത് കൊടുക്കുന്നു. നോട്ട്സിൽ മന്ത്ലി സാലറി എക്സ്പെൻസ് എന്നാണ് ഞാൻ നോട്ടായിട്ട് കൊടുക്കുന്നത്. ദെൻ നമ്മുടെ എൻട്രി കൊടുക്കുക. നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്, ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്. ഞാനിവിടെ കൊടുക്കുന്നത് സാലറി പ്രൊവിഷൻ ആയതുകൊണ്ട് തന്നെ സാലറി ആൻഡ് വേജസ് എന്നുള്ളതാണ് ഞാനിവിടെ എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാലറി പേയബിൾ എന്നുള്ള അക്കൗണ്ടാണ് ഇവിടെ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഡെബിറ്റും ക്രെഡിറ്റും ഈക്വലായി സേവ് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കൊരു റിക്കറിംഗ് ജേണലാണ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുള്ളത്. ഇത് മന്ത്ലിയാണ് ഇതിൻ്റെ നമുക്ക് റിക്കറിംഗ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ സ്റ്റാറ്റസ് ആക്റ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഇതിപ്പം ഓൾറെഡി നമുക്ക് ഏപ്രിൽ മാസമാണ്. അപ്പോൾ ഈ ഒരു 30th ഏപ്രിലിൽ നമുക്ക് ഈ ഒരു റിക്കറിംഗ് എൻട്രി നമുക്ക് പാസ്സായിട്ട് വരുന്നത് കാണാൻ പറ്റും.